ഇനി നടക്കാനിരിക്കുന്ന ഓരോ മത്സരങ്ങളും ഫൈനലാണ്. നഷ്ടപ്പെടുന്ന ഓരോ പോയിന്റും പ്ലേ ഓഫ് വാതിൽ പതിയെ അടയ്ക്കും. കഴിഞ്ഞ ദിവസം അഡ്രിയാൻ ലൂണ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: ഇനിയുള്ള വരും മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. ടീമിന്റെ മോശം പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഹെഡ് കോച്ച് മൈക്കിൾ സ്റ്റാറിയെ പുറത്താക്കിയ ശേഷം ബ്ലാസ്റ്റേഴ്സ് തിരിച്ചുവരവിന്റെ പാതയിലാണ്. ഇനി ഒരേ ഒരു ലക്ഷ്യം മാത്രം, പ്ലേ ഓഫ്. പക്ഷെ അത് അത്ര എളുപ്പമല്ല. കാരണങ്ങൾ പലതാണ്. ബാക്കിയുള്ളത് 5 കളികൾ. 5ലും ജയത്തിൽ കുറഞ്ഞ ഒന്നും മതിയാവില്ല ബ്ലാസ്റ്റേഴ്സിന്. 3 ഹോം മത്സരങ്ങളും 2 എവേ മത്സരങ്ങളുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഫിക്സ്ചറിൽ ഇനി അവശേഷിക്കുന്നത്. ഫെബ്രുവരി 15-ന് കൊച്ചിയിൽ ലീഗിലെ 1-ാം സ്ഥാനക്കാരായ മോഹൻ ബഗാനോടാണ് ഇനി ഏറ്റുമുട്ടാനുള്ളത്. ഫെബ്രുവരി 12-ന് ഫറ്റോഡയിൽ ഗോവയെ നേരിടണം. മാർച്ച് 1-ന് ജംഷഡ്പൂരിലും മാർച്ച് 7-ന് മുംബൈക്കെതിരെ കൊച്ചിയിലും മത്സരമുണ്ട്. മാർച്ച് 12-ന് ഹൈദരാബാദിനോടാണ് അവസാന മത്സരം. അതായത് ഇനി നേരിടാനുള്ള 5-ൽ 4 ടീമുകൾ പോയിന്റ് പട്ടികയിലെ ആദ്യ 4 സ്ഥാനക്കാരാണ്. ആശ്വസിക്കാൻ വകയുള്ളത് ഹൈദരാബാദിനെതിരായ മത്സരം മാത്രം. പക്ഷേ സീസണിൽ ഹൈദരാബാദിനോട് ഹോം ഗ്രൗണ്ടിൽ തോറ്റ നാണക്കേടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ അക്കൗണ്ടിൽ. നിലവിൽ 19 മത്സരങ്ങളിൽ നിന്ന് 24 പോയിന്റുമായി 8-ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ്. തൊട്ടുമുമ്പിൽ 20 മത്സരങ്ങളിൽ നിന്ന് 26 പോയിന്റുമായി ഒഡീഷ. ബ്ലാസ്റ്റേഴ്സിന്റെ അതേ പോയിന്റുമായി പഞ്ചാബ് FC തൊട്ടു താഴെയുണ്ട്. കഴിഞ്ഞ ആഴ്ച നടന്ന മത്സരങ്ങളിൽ ഒഡീഷയും പഞ്ചാബും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും പരാജയങ്ങൾ ഏറ്റുവാങ്ങിയത് അന്തരീക്ഷം ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി വന്നിരുന്നു. പക്ഷേ ബംഗളൂരുവും ജംഷഡ്പൂരും തമ്മിലുള്ള മത്സരത്തിൽ ബംഗളൂരു 3-0-ന് വിജയിച്ചത് ബ്ലാസ്റ്റേഴ്സിന് വലിയ തിരിച്ചടിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന ഒഡീഷ പഞ്ചാബ് പോരാട്ടം സമനിലയായത് ബ്ലാസ്റ്റേഴ്സിന് ഒരൽപ്പം ആശ്വാസം നൽകുന്നതാണ്. പ്ലേ ഓഫ് സാധ്യതകൾ അവശേഷിക്കുന്ന ടീമുകളിൽ ഏറ്റവും കടുത്ത മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിനാണ് എന്നതിനാൽ തന്നെ മറ്റുള്ളവരുടെ ബലത്തേക്കാൾ സ്വന്തം ഫലങ്ങളാവും ടീമിന്റെ ഭാവിയെ തീരുമാനിക്കുന്നത്. സമീപകാലത്ത് നടന്ന മത്സരങ്ങളിൽ ഈസ്റ്റ് ബംഗാളിനോടേറ്റ അപ്രതീക്ഷിത തോൽവിയും നോർത്ത് ഈസ്റ്റിനോടേറ്റ സമനിലയും മഞ്ഞപ്പടയ്ക്ക് കാര്യങ്ങൾ സങ്കീർണമാക്കി. നേരിടാനുള്ളത് വമ്പന്മാരെയാണെങ്കിലും മോഹൻ ബഗാനും ജംഷഡ്പൂരിനും ഗോവയ്ക്കുമെതിരെ നടന്ന മുൻ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. ഈ മത്സരങ്ങളിലൊക്കെ ബ്ലാസ്റ്റേഴ്സിനേറ്റ പ്രധാന പ്രശ്നം പ്രതിരോധത്തിലെയും ഗോൾ കീപ്പറുടെയും പിഴകളാണ്. എന്നാൽ കഴിഞ്ഞ മത്സരങ്ങളിലെ പ്രതിരോധങ്ങളിലെ മികച്ച പ്രകടനങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഇനിയുള്ള മത്സരങ്ങളിൽ വലിയ ആത്മവിശ്വാസം നൽകുന്നവയാണ്. മുന്നേറ്റ നിരയുടെ മിന്നും ഫോമാണ് ഈ സീസണിൽ മഞ്ഞപ്പടയുടെ കരുത്ത്. ബ്ലാസ്റ്റേഴ്സിന്റെ കപ്പിത്താനായി അഡ്രിയാൻ ലൂണ കളം നിറഞ്ഞു കളിക്കുന്നു. ജീസസ് ജിമിനസും നോവയും ക്വാമി പെപ്രയും ഒക്കെ സീസണിൽ ഉടനീളം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. കോറോ സിംഗ് അടക്കമുള്ള യുവതാരങ്ങൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ ടീമിന്റെ ജയങ്ങളിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത്. ഇതൊക്കെ വലിയ ശുഭസൂചനകളായാണ് ബ്ലാസ്റ്റേഴ്സ് നൽകുന്നത്.